നമ്മുടെ ചോദ്യം എന്താണ്? 4 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് അത്ര. അപ്പോൾ നമുക്ക് എന്തറിയാം? ചുറ്റളവ് കാണാനുള്ള ഫോർമുല അറിയാം അല്ലേ? ചുറ്റളവ് എന്താണ്? 2πr. ഇവരിവിടെ എന്താ തന്നിരിക്കുന്നത്? വ്യാസമാണ് 4 സെൻറ്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം വ്യാസം എന്ന് പറയുന്നത് എന്താണ്? വ്യാസം എന്ന് പറയുന്നത് 2 × 6 അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ 2r ഉണ്ട് അല്ലേ? 2r ഉണ്ട്. അപ്പോൾ ഈ 2r എന്ത്? 4 സെൻറ്റിമീറ്റർ തന്നിട്ടുള്ളത്. അപ്പോൾ 4 പിന്നെ എന്താ ബാക്കിയുള്ളൂ? ഇവിടെ പൈയാണ്, പൈ. അപ്പോൾ 4 സെൻറ്റിമീറ്റർ പൈ. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ പിന്നെ എന്ത് എഴുതാം? 4 ഞാൻ പറഞ്ഞു പൈ ഈക്വൽ ടു എന്താണ്? 3.14 ആണ്. 3.14 ഇത് ഗുണിച്ചിട്ട് എഴുതാം. 4 36 7.12 സെൻറ്റിമീറ്റർ. ഇതാണ് എന്ത്? 4 സെൻറ്റിമീറ്റർ വ്യാസമുള്ള വൃത്തത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ വേറൊരു ചോദ്യം ചെയ്യാം നമുക്ക്. ചോദ്യം ഞാൻ ബോർഡിൽ എഴുതുന്നില്ല. ചോദ്യം ഇങ്ങനെയാണ്: 10 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരാകൃതിയിലുള്ള പലകയിൽ നിന്നും എന്താണ്? 10 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരാകൃതിയിലുള്ള ഒരു പലകയിൽ നിന്നും ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ വൃത്തത്തിൻ്റെ പരപ്പളവ്. ഈ 10 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുര പലക, ഈ സമചതുര പലകയിൽ നിന്നും ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ വൃത്തത്തിൻ്റെ പരപ്പളവ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ സമചതുരത്തിൽ നിന്നും നമുക്ക് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ വൃത്തം ഏതായിരിക്കും? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ വൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറയുന്നത് എത്രയായിരിക്കും? വ്യാസമായിരിക്കും 10 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ ചുറ്റളവ് എങ്ങനെ കാണും? ചുറ്റളവ് ഈക്വൽ ടു 2πr ആണ്. അതായത് വ്യാസം 10 സെൻറ്റിമീറ്റർ ആണല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 10 പൈ സെൻറ്റിമീറ്റർ ആയിരിക്കും എന്ത്? ചുറ്റളവ്. അതായത് 10 പൈ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 3.14 × 10 ഈക്വൽ ടു 31.4 സെൻറ്റിമീറ്റർ ആയിരിക്കും എന്ത്? 10 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുര പലകയിൽ നിന്നും വെട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു വൃത്തത്തിൻ്റെ, ഏറ്റവും വലിയ വൃത്തത്തിൻ്റെ എന്താ? ചുറ്റളവ് എന്ന് പറയുന്നത്. ഇനി അപ്പം നമ്മൾ ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാൻ പഠിച്ചു അല്ലേ? ഇനി അടുത്തത് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ഒരു വൃത്തത്തിൻ്റെ പരപ്പളവ് എങ്ങനെയാണ്? എന്താണ് ഒരു വൃത്തത്തിൻ്റെ പരപ്പളവ്? ഒരു വൃത്തത്തിൻ്റെ പരപ്പളവ് കാണാൻ πr². എന്താണ്? πr². ഇനി ഇവിടെ നോക്കൂ, നമുക്ക് എന്തറിയാം? ചുറ്റളവ് എത്രയാണ്? ചുറ്റളവ് എന്ന് പറയുന്നത് 2πr ആണ് അല്ലേ? ഇനി ഈ πr² നമുക്ക് ചുറ്റളവിൻ്റെ രീതിയിൽ എഴുതാം. എങ്ങനെ എഴുതാം? 1/2 × ചുറ്റളവ് × ആരം. അതായത് എങ്ങനെയാണ് എഴുതുക? 1/2 × ചുറ്റളവ് എന്താണ്? 2πr അല്ലേ? 2πr × ആരം എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ്. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അത് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? πr² എന്ന് കിട്ടി. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? പരപ്പളവ് എന്ന് പറയുന്നത് πr² ആണെന്ന് കിട്ടിയത്. അപ്പോൾ ചുറ്റളവ് മാത്രമാണ് തന്നിട്ടുള്ളത് എങ്കിൽ നമുക്ക് എങ്ങനെ ചുറ്റളവും ഇങ്ങനെയും വെച്ച് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഒരു ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു
ചോദ്യം ചെയ്തു അല്ലേ. എന്താണ് 10 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുര കട്ടയിൽ നിന്നും 10 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുര കട്ടയിൽ നിന്നും വെട്ടിയെടുക്കാവുന്ന ഏറ്റവും വലിയ വൃത്തത്തിൻ്റെ നമ്മൾ അവിടെ എന്താ ചെയ്തത്? ചുറ്റളവാണ് അല്ലേ ചെയ്തത്. ഇവിടെ നമുക്ക് പരപ്പളവ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് പരപ്പളവ് എന്തായിരിക്കും എന്നാണ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തപ്പോൾ പറഞ്ഞു ഈ 10 സെന്റിമീറ്റർ വശമുള്ള ഒരു എന്താണത് സമചതുര കട്ടയാണ് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വ്യാസം, ഈ വൃത്തത്തിൻ്റെ വ്യാസം എന്തായിരിക്കും? 10 സെന്റിമീറ്റർ ആയിരിക്കും. നമുക്ക് ഇവിടെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? πr² അല്ലേ. അപ്പം നമുക്ക് ഈ വ്യാസം കിട്ടിയിട്ടൊരു കാര്യമില്ല. ഇതിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആരം കണ്ടുപിടിക്കണം അല്ലേ. ആരം കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? വ്യാസം ബൈ 2. അപ്പം എത്രയാണ്? 10/2. 10/2 എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. അത് കിട്ടി. അപ്പം ഇനി ഈ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം π × 5². അതായത് 5² എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് ചെയ്യുക? 5² എന്ന് പറഞ്ഞാൽ 5 × 5 എത്രയാണ്? 25 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 25 സെന്റിമീറ്റർ സ്ക്വയർ. അതാണ് എൻ്റെ 10 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുര കട്ടയിൽ നിന്നും വെട്ടിയെടുക്കാവുന്ന ഒരു വൃത്തത്തിൻ്റെ പരമാവധി പരപ്പളവ് എത്രയായിരിക്കും? 25 സെന്റിമീറ്റർ. ഇനി വേണമെങ്കിൽ വേറൊരു ചോദ്യം ചോദിക്കാം. വേറൊരു ചോദ്യം. ഈ ഒരു വൃത്തം 4 സെന്റിമീറ്റർ ആരമുള്ള 4 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവും പരപ്പളവും കാണുക. എങ്ങനെയാണ് അപ്പോൾ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2πr ആണ് അല്ലേ. 2πr. r എത്രയാണെന്നാണ് അവിടെ തന്നിട്ടുള്ളത്? 4 ആണ് അല്ലേ. 2π × 4. അപ്പം എത്ര കിട്ടി? 8π സെന്റിമീറ്റർ എന്ന് കിട്ടി. ഈ പൈ നിങ്ങൾക്ക് ഗുണിച്ചെഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇട്ടാലും പ്രശ്നമില്ല. ഇനി പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? πr². അതായത് π × 4². 4² എന്ന് പറഞ്ഞാൽ 4 × 4 ആണ് അല്ലേ. എത്ര? 4 × 4 16 സെന്റിമീറ്റർ സ്ക്വയർ. മനസ്സിലായോ? ചുറ്റളവ് എപ്പോഴും സെന്റിമീറ്ററിലായിരിക്കും, പരപ്പളവ് എപ്പോഴും സെന്റിമീറ്റർ സ്ക്വയറിലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിച്ചത്? വൃത്തത്തിൻ്റെ കാര്യങ്ങളാണല്ലോ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. വൃത്തത്തിൻ്റെ ചാപം എന്താണെന്ന് ഞാൻ എന്താണെന്ന് പഠിച്ചു ആദ്യം. പിന്നെ വൃത്തത്തിൽ വരയ്ക്കാവുന്ന ഏറ്റവും വലിയ ഞാനാണ് എന്തെന്ന് പഠിച്ചു? ആ വൃത്തത്തിൻ്റെ വ്യാസം എന്ന് പഠിച്ചു. പിന്നെ അടുത്തത് എന്താ പഠിച്ചത്? വൃത്തത്തിൻ്റെ ഞാൻ എന്താണെന്ന് പഠിച്ചു അല്ലേ. ചാപം എന്താണെന്ന് പഠിച്ചു. ഇനി ആ ചാപത്തിൽ ഉണ്ടാവുന്ന കോൺ ഏതാണെന്ന് പഠിച്ചു. ആ ചാപത്തിൽ നിന്നും ശിഷ്ടചാപത്തിൽ ഉണ്ടാവുന്ന കോണും ആ ചാപത്തിലെ കേന്ദ്ര കോണും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പഠിച്ചു. പിന്നെ ഇനി അടുത്ത് എന്താ പഠിച്ചു? ചക്രീയ ചതുർഭുജങ്ങൾ എന്താണെന്ന് പഠിച്ചു. പിന്നെ വൃത്തത്തിൻ്റെ ചുറ്റളവ് എന്താണെന്ന് പഠിച്ചു. വൃത്തത്തിൻ്റെ പരപ്പളവ് എന്താണെന്ന് പഠിച്ചു. അതോടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.